ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലൂടെ നാം നോക്കുന്നത് ഒരുപാട് പേര് എന്നോട് ചോദിച്ച വലിയൊരു സംശയത്തിനുള്ള മറുപടിയാണ്, ഉത്തരമാണ്. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നു എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഓഫീസിലേക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് വന്നു. അദ്ദേഹത്തെ നമ്മൾ സഹായിച്ചില്ല. പിന്നീട് അത് ഓർത്ത് നമ്മൾ പറയുകയാണ്, ഓ, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിച്ചേനെ, ഞാൻ അറിഞ്ഞില്ലല്ലോടാ നീ അവിടെ വന്നത്, അല്ലെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കാമായിരുന്നു, പക്ഷേ എൻ്റെ സീനിയർ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നു, ഞാൻ നിന്നെ സഹായിച്ചേനെ, അല്ലെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കാമായിരുന്നു. ഇത് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ നോക്കിയാലും നമുക്കതിൻ്റെ ഒരു ലെവലിൽ പറയാൻ പറ്റുന്നില്ല. ഇത് വലിയ ആനക്കാര്യമൊന്നുമല്ല. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ കുഡ് ഹാവ് എന്നുള്ള ഒരു യൂസേജ് ഉപയോഗിക്കുന്നത്. വളരെ ഈസിയാണ് കേട്ടോ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഓടുക, ചാടുക, ഒഴിവാക്കുക, വിളിക്കുക, ഇതിൻ്റെ ഇംഗ്ലീഷൊക്കെ നമുക്കറിയാം. നമ്മൾ സർവ്വസാധാരണമായിട്ട് പറയുന്നതാണ്. ഇത് ഈ കുഡ് ഹാവ് എന്നുള്ള ഇതിനോടൊപ്പം അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കൂ, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നു, പക്ഷെ നമ്മൾ സഹായിച്ചില്ല. ഇതൊരു പരാതി പറയാൻ, ഒരു പരിഭവം പറയാനാണിത്. ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് യു. ഇത്രയേ ഉള്ളൂ. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക, നമുക്കറിയാമല്ലോ. ആ ഹെൽപ്പ് എന്നുള്ളത് അതിൻ്റെ ഒരു തേർഡ് ഫോം വെച്ച് കൊടുക്കുക, ഹെൽപ്ഡ് എന്നാവും. മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ മറ്റൊന്ന് നോക്കൂ, അവൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നു. അവൾ എന്നാണെങ്കിൽ ഐ എന്ന് മാറ്റി ഷീന്ന് വെച്ച് കൊടുത്താൽ മതി. ഹെയ് അവനാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അവർ എന്നാണെങ്കിൽ ദേ വെച്ച് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. മറ്റൊന്ന് നോക്കിക്കോളൂ, നിനക്ക് എന്നെ കാത്തു നിൽക്കാൻ കഴിയുമായിരുന്നു. ഇങ്ങനെ പറയാം, നീ എന്നെ കാത്തു നിന്നില്ലല്ലോ, നിനക്കെന്നെ കാത്തു നിൽക്കാൻ കഴിയുമായിരുന്നു എന്നെങ്ങനെ പറയാം? പറയൂ. നീ, യു, കണ്ടില്ലേ? പിന്നെ എന്ത് വെക്കണം? ആ റെഡിമെയ്ഡ് സാധനം ഇവിടെ വെച്ച് കൊടുക്കുക, കുഡ് ഹാവ്. ഒരുപാട് സംശയത്തിനുള്ള മറുപടിയായി ഇത്. യു കുഡ് ഹാവ്. വെയിറ്റ് എന്നുള്ളത് വെയിറ്റഡ് എന്നാവും. വെയിറ്റ് എന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കുക. യു കുഡ് ഹാവ് വെയിറ്റഡ്. കണ്ടില്ലേ? ഫോർ മീ എന്ന് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, യു കുഡ് ഹാവ് വെയിറ്റഡ്. കാരണം നമ്മൾ കാത്തു നിൽക്കുക എന്നുള്ള അവിടെ അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി അവൾക്കത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. എങ്ങനെ പറയാം? ഒഴിവാക്കുക എന്നുള്ളത് അവോയ്ഡ്. അവൾക്ക് അത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഷീ കുഡ് ഹാവ് അവോയ്ഡഡ് ദാറ്റ്. ഈസി അല്ലേ? ഇത്രയേ ഉള്ളൂ. നിനക്കെന്നെ വിളിക്കാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ നിനക്കെന്നെ വിളിക്കാമായിരുന്നു. നീ എന്നോട് പറയാതില്ല പോയത്, നിനക്കെന്നെ വിളിക്കാമായിരുന്നു എന്ന് പറയാം. നിനക്ക്, യു, റെഡിമെയ്ഡ് സാധനം വെക്കൂ, യു കുഡ് ഹാവ്. വിളിക്കുക, കോൾഡ്. കണ്ടില്ലേ? യു കുഡ് ഹാവ് കോൾഡ് മീ. ഗ്രമാറ്റിക്കൽ വശങ്ങളിലേക്കോ ഇതിൻ്റെ ഒരുപാട് നിയമ നൂലാമാലകളിലേക്കൊന്നും നമ്മൾ പോകണ്ട. എങ്ങനെ ഇത് സാധാരണക്കാർക്ക് ഈസിയായി പറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് നോക്കൂ. ആദ്യം നമ്മൾ പറഞ്ഞത് എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞില്ല. അതിനുശേഷം നമ്മളൊരു പരിഭവം പറയുകയാണ്. എന്നാൽ ഇവിടെ നെഗറ്റീവിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നില്ല. നീ കരുതും ഞാൻ നിന്നെ സഹായിക്കുന്നൊക്കെ, പക്ഷെ എൻ്റെ അവസ്ഥയും വളരെ മോശമല്ലേ. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നില്ല. എങ്ങനെ പറയും? ഐ കുഡിൻ ഹാവ്, കുഡിൻറ്റ്. കണ്ടില്ലേ? ഐ കുഡിൻ ഹാവ് ഹെൽപ്ഡ് യു. ഐ കുഡിൻ ഹാവ് ഹെൽപ്ഡ് യു. നിങ്ങളില്ലായിരുന്നെങ്കിലേ എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല കേട്ടോ. ഐ കുഡിൻ ഹാവ് ഡൺ ദിസ് വിത്തൗട്ട് യുവർ ഹെൽപ്പ്. നിങ്ങളുടെ സഹായമില്ലെങ്കിൽ എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഈസി അല്ലേ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇംഗ്ലീഷ് വളരെ സുഗമമായി സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കോമൻറ്റ്സ് എന്താണെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്തുക. ഐ ആം അബ്ദുൾ റസാഖ്. താങ്ക് യു.